ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഭരണപ്രതിപക്ഷ വാക്പോരിൽ മുങ്ങി 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനം സമാപിച്ചു. തന്ത്രിയുടെ അറസ്റ്റ് ചൂണ്ടിക്കാട്ടി വിമർശനമുന്നയിച്ച പ്രതിപക്ഷത്തിന് മറുപടിയുമായി മന്ത്രിമാർ രംഗത്തെത്തി. പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷം ക്രിയാത്മകമായിരുന്നില്ല എന്ന് കുറ്റപ്പെടുത്തി. ബജറ്റ് സമ്മേളനം ആരംഭിച്ച ദിവസം മുതൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധത്തിലായിരുന്നു. പ്രതിഷേധങ്ങളെ തുടർന്ന് വെട്ടിച്ചുരുക്കിയ സഭാ സമ്മേളനത്തിൽ അവസാന ദിവസവും പ്രക്ഷുബ്ധമായി. സർക്കാരിനെതിരെ പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. പ്രതിപക്ഷത്തിന്റെ പാപ്പരത്വത്തെയാണ് കാണിക്കുന്നത്. സ്വന്തം സീറ്റിലിരിക്കാൻ അവിടെ ഇരുന്നു കൊണ്ടൊരു പ്രശ്നം ഉന്നയിക്കാൻ പോലും കഴിയാതെ രാവിലെ 9 മണിക്ക് തന്നെ നേരെ ചോദ്യോത്തരവേള ഒഴിവാക്കി സ്പീക്കർ തുടർ നടപടികളിലേക്ക് കടന്നതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ഈ ഗവൺമെന്റിന്റെ മർക്കടമുഷ്ടിയും അഹങ്കാരവുമാണ് ഇന്ന് സഭയിൽ ഞങ്ങൾ കണ്ടത്. ഈ ഏകാധിപത്യ ഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ സർക്കാർ തീർച്ചയായും ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി അവർക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഭയിൽ സംസാരിച്ചത്. ഞങ്ങളാലാകുന്ന വിധം നാടിനെ ഉയർത്താനും വളർത്താനും സാധിച്ചു എന്ന സംതൃപ്തിയുണ്ടെന്ന് മുഖ്യമന്ത്രി. തികഞ്ഞ സംതൃപ്തി ഈ 15ാം കേരള നിയമസഭയുടെ സമാപന സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളാലാകാവുന്ന വിധം നാടിനെ നല്ല രീതിയിൽ ഉയർത്താനും വളർത്താനും സാധിച്ചിട്ടുണ്ട് എന്ന സംതൃപ്തി തന്നെയാണുള്ളത്. നേറ്റിവിറ്റി കാർഡ് ബില്ല് ഉൾപ്പെടെ 9 ബില്ലുകൾ ചർച്ചയില്ലാതെ നിയമസഭ പാസാക്കി. 15ാം നിയമസഭയുടെ 16ാം സമ്മേളനം അവസാനിക്കുന്നതോടെ ഒരു നിയമസഭാ കാലഘട്ടം കൂടിയാണ് തീരുന്നത്. 2ാം പിണറായി സർക്കാരിന്റെ തുടർച്ച എന്നോണം LDF ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി കളത്തിലിറങ്ങും. ഭരണം തിരിച്ചുപിടിക്കാൻ UDFും ശക്തമായ പോരാട്ടം തെരുവിലുണ്ടാകും. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.